ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ അടിപൊളി ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഇതുപോലത്തെ ഗ്ലിറ്ററി ആയിട്ടുള്ള ഫോം ഷീറ്റ്സ് വേണം. അതുപോലെ കമ്പിളി നൂല്, അത് നമ്മുടെ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ സിസേഴ്സ്, ഗ്ലൂ ഗണ്ണ്, പിന്നെ മെയിൻ ഐറ്റം കാലി തീപ്പെട്ടിപ്പെട്ടികൾ. നമുക്കിതെന്തായാലും നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. ഇതുപോലെ നമ്മൾ ഉപയോഗശേഷം നമ്മൾ വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞ് കളയുന്നതാണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് അടിപൊളി ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് തീപ്പെട്ടിയുടെ ആ ഒരു ഷേപ്പ് അതിൻ്റെ കവർ ചെയ്യണം. നമ്മളിത് തീപ്പെട്ടി വെച്ചാണ് ചെയ്തെടുക്കുന്നതെന്ന് അറിയാതിരിക്കാനായിട്ട് നമ്മളത് ഫോം ഷീറ്റ്സ്, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഷീറ്റ്സ് വെച്ചിട്ട് നമ്മളത് മറിക്കും. അതിന് നമ്മളിങ്ങനെ ചെറിയ പാടുകൾ വരുത്തുക. പിന്നെ നമ്മൾ അതിൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള എത്ര തീപ്പെട്ടിയാണോ അതിനനുസരിച്ചുള്ളത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് സൈസായിരിക്കണം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് മുഴുവനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഒരു തീപ്പെട്ടിയുടെ മേളിൽ വെക്കുന്ന കവറപ്പായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാനൊരു 9 തീപ്പെട്ടിയുടെ ബോക്സസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോം ഷീറ്റ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു 9 എണ്ണം വീതം വേണം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പീസ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലെ സൈസിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിലെ ലോങ് സൈഡിലെയാണ് ഈ ഒരു പീസ്. അതുപോലെ തന്നെ ഇതൊരു 2 വശത്തെയും കൂടി ഒരു 18 പീസസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറിയ ആ ഒരു വശത്തെ ആ ഒരു കട്ടിങ്ങാണ്. അതുപോലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറിയ സ്ക്വയർ പീസസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം ഇതെല്ലാം നമ്മുടെ ആ ഓരോ സൈഡ്സിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ ആ ഒരു ബിഗ് സൈസിലുള്ള ഫോം ഷീറ്റ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 സൈഡ്സും ഒട്ടിച്ച ഒരു മാച്ച് സ്റ്റിക്കിൻ്റെ ബോക്സാണ്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ആ ഒരു വലിയ ഫോം ബോർഡ് വെച്ചിട്ട് ഫുൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സൈഡിലെ നീളമുള്ള ആ ഒരു പോർഷൻ നമുക്ക് ചെയ്തെടുക്കാം. ഈ സൈഡ് ഫുള്ളും നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ടോപ്പ് പോർഷനിൽ എന്തെങ്കിലും ഒട്ടാനുണ്ടെങ്കിൽ ഒട്ടിച്ചും കൂടെ കൊടുക്കാം. ഇപ്പം ഞാനത് ഫുൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡെക്കറേറ്റീവ് പീസസും കൂടെ എടുത്തപ്പോഴത്തേക്ക് ആ ഒരു ബോക്സസിന് നല്ലൊരു എടുപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഫുൾ ചെയ്ത് വെച്ചു. ഇനി നമുക്കതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനത് ഫുള്ള് സെപ്പറേറ്റ് ചെയ്ത് അതിന് ഓരോ മാച്ച് സ്റ്റിക്കിൻ്റെ ഒരു സ്പേസസ് ഓരോ ഇതിനും വേണ്ടി വിട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചെറിയൊരു ഈ സ്ക്വയർ പീസസ് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഓവറോൾ ആ ഒരു പാറ്റേണിൻ്റെ ആ ഒരു ലെങ്ത്തിലുള്ള വൂളൻ ത്രെഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഓരോ ബോക്സിൻ്റെയും അകത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളതവിടെ ഫിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ എക്സ്ട്രാ വരുന്ന സ്ക്വയർ പീസസ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു വൂളൻ ത്രെഡ് കടത്തി വിട്ടിട്ട് ആ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ഇനി നമുക്കത് ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഫിക്സ് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പം ഞാനത് ഫുള്ളും ആ ഒരു പല പല ത്രെഡ്സിൽ ആ ഒരു നമ്മുടെ ബോക്സസ് ഫുള്ള് ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് മുഴുവൻ നമുക്ക് ഫിക്സ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിനൊരു സൈഡ് നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഫോം ഷീറ്റ്സിൻ്റെ പീസസ് ഒട്ടിക്കാനുള്ള സ്പേസിങ്. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒന്ന് ഫിക്സ് ഓൺ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് 4 സൈഡ്സിലും ഫുൾ 5 സൈഡ്സിലും ഓവറോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എല്ലാ ബോക്സസും അങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഈ ഒരു സൈഡ്സ് നമ്മൾ ഒട്ടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഒരു വൂളൻ ത്രെഡ് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്നൊരു ഡ്രോപ്ലെറ്റ് അവിടെ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മ് കൊടുക്കേണ്ടതാണ്. അതാകുമ്പോൾ അത് ആ ഒരു സ്പേസിൽ നിന്ന് അനങ്ങാതെ അവിടെ തന്നെ ഫിക്സായി നിന്നോളും. അപ്പോൾ നമുക്കതും കൂടെ ചെയ്തെടുക്കണം. കൂടെ തന്നെ നമ്മൾ ആ ഒരു സ്ക്വയർ പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോം ഷീറ്റ്സിൻ്റെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ നമുക്കതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓരോ മാച്ച് ബോക്സസും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മളൊരു റോളറിലേക്കാണ് കൊടുക്കുന്നത്. അതിന് മുമ്പ് നമ്മളിതിൻ്റെ കോർണേഴ്സിൽ കുറച്ച് ഗ്ലൂ ഗൺ തേച്ചിട്ട് അതൊന്ന് എല്ലാ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഹാങ് ഇടുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ അത് തിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്തൊന്ന് കൊടുക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ ആ ഒരു
പാറ്റേൺ ചേഞ്ച് ചെയ്യാതെ അവിടെ നന്നായിട്ട് ഫിക്സായി നിന്നോളും. സോ നമ്മൾ അതിൻ്റെ ഓരോ കോർണേഴ്സിലും നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ പെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് പോർഷൻ ഞാനൊരു റോളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റിക്കിൽ ഇതുപോലെ വൂളൻ ത്രെഡ് ചുറ്റിയെടുത്തതാണ്. അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ മേളിലോട്ടിരിക്കുന്ന ആ ഒരു ത്രെഡിൻ്റെ പോർഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കിലേക്ക് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിങ്ങനെ ഹാങ് ചെയ്ത് കിടന്നോളും. ആ താഴത്തെ പോർഷനിലേക്ക് ടൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു പോംപോംസ് പോലെ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി ആ ഒരു ഷേപ്പല്ല എങ്കിലും ഒരു ചെറിയൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു ഡെക്കറേഷൻ പോലെ അതിനകത്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ താഴോട്ടുള്ള ആ ഹാങ്ങിങ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ വലിയ ഷെൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പോംപോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ്സൊക്കെ. അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.